കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഒടുവിൽ സുഭാഷ് തനിക്കൊരു കല്യാണം പോലും വേണ്ട എന്നങ്ങ് ഉറപ്പിക്കാണ്. തന്റെ അനുജന്മാരെ വിട്ടിട്ട് വേറൊരു വഴിക്ക് താമസിക്കാൻ സുഭാഷ് ഏട്ടന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. സുഭാഷ് എല്ലാവരോടുമായിട്ട് ആ ഒരു കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ ലോകം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മാത്രമാണ്, ഈ കുടുംബമാണ്. അതൊന്നുമില്ലാതെ എനിക്കൊരു ജീവിതമില്ല, എന്റെ ശ്വാസം പോലും നിങ്ങളാണ് എന്ന് സുഭാഷ് വികാരധീനനായി പറഞ്ഞപ്പോൾ നികേഷും ബാക്കിയുള്ളവർക്കൊക്കെ അത് ഭയങ്കര വിഷമമായിരുന്നു. ആ സമയത്തിന് സുഭാഷിന്റെ ഫോൺ ബെല്ലടിക്കുന്നത് നോക്കിയപ്പോൾ കവിതയായിരിക്കും വിളിക്കുന്നത്. സുഭാഷ് പക്ഷേ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തില്ല. അന്നേരം നിധിയുടെ ഫോണിലേക്ക് വിളി വന്നു. ആരാണ് വിളിക്കുന്നത്, കവിതയാണോ എന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ അതെ, ഇങ്ങ് തന്നെ, ഞാൻ സംസാരിക്കാമെന്ന് നിധി പറഞ്ഞു. സുഭാഷ് ആ ഫോൺ വാങ്ങിച്ചിട്ട് കവിതയോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പുറത്ത് കവിത വിചാരിച്ചത് അത് നിധിയാണെന്നാണ്. അപ്പോഴേക്കും സുഭാഷ് തിരുത്തി, ഇത് നിധിയല്ല, സുഭാഷ് ആണെന്ന് പറയും. എന്നിട്ട് കാര്യങ്ങൾ അങ്ങ് പച്ചക്ക് പറയാണ്. ഈ ആലോചനയുമായിട്ട് ഇനി മുന്നോട്ട് പോവാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നിങ്ങളുടെ കണ്ടീഷൻസും കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് ഇവർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇവരെ വിട്ടിട്ട് വേറൊന്നും മാറി താമസിക്കാൻ എനിക്കൊരിക്കൽ പോലും കഴിയില്ല. അതുകൊണ്ട് ഈ ബന്ധം നമുക്ക് ഇവിടെ വെച്ച് തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയും. അച്ഛനോട് പറഞ്ഞേക്ക് എനിക്കിതിന് സമ്മതമല്ല എന്ന്. ബുദ്ധിമുട്ടിച്ചതിൽ സോറി എന്നും പറഞ്ഞു കൊടുത്തിട്ട് സുഭാഷ് ദേഷ്യപ്പെട്ട ഒരു കോള് കട്ട് ചെയ്തു. നിധി അത് വേണ്ട എന്ന് പറയാൻ നോക്കിയെങ്കിലും ഇനി ആരും ഇതിൽ ഒന്നും പറയണ്ട എന്നായിരുന്നു സുഭാഷിന്റെ കർശനമായ മറുപടി. ആ നേരം നികേഷ് ഓടി വന്ന് സുഭാഷിനെ അങ്ങ് കെട്ടിപ്പിടിക്കാണ്. സുഭാഷ് ഏട്ടാ, എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ഏട്ടന്റെ ജീവിതം ഞാനായിട്ട് തകർക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കൂടുതലൊന്നും പറയാതിരുന്നത്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു സുഭാഷ് ഏട്ടാ. ഇപ്പോഴാണ് ശരിക്കും ഒന്ന് സമാധാനമായത് എന്ന് നികേഷ് പറഞ്ഞപ്പോൾ നിനക്കെങ്കിലും എന്നോട് അത്രക്ക് സ്നേഹമുണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് അതില്ലല്ലോ എന്നാണ് സുഭാഷ് പറയുന്നത്. ഇതേ സമയം സുധീഷ് അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കാണ്. നീ എന്തിനാണ് എങ്ങനെ ചിരിക്കുന്നത് എന്ന് സുഭാഷ് ചോദിച്ചപ്പോൾ അല്ല, ഇതാണ് നമ്മുടെ കുടുംബം. പുറത്തുള്ളവരിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ കുടുംബത്തിന്റെ ഐക്യമൊക്കെ നമുക്കല്ലേ അറിയാവൂ എന്നായിരുന്നു സുധീഷ് പറയുന്നത്. അന്നേരം നിധിയും പറഞ്ഞിട്ട് ശരിയാണ് സുഭാഷ് ഏട്ടാ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനെങ്കിലും ഏട്ടനോട് ഇതൊക്കെ നേരത്തെ പറയേണ്ടതായിരുന്നു എന്ന് പറയും. സുഭാഷ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞ് നിധിയും സുധീഷും ഹരീഷും നികേഷും ഒക്കെ ഇങ്ങനെ മുറ്റത്തിരുന്ന് സംസാരിക്കാണ്. സുഭാഷ് അവിടെ ഉണ്ടാവില്ല. അന്നേരം നിധി പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് നമ്മളോട് നല്ല ദേഷ്യത്തിലായിരിക്കും സുഭാഷ് ഏട്ടൻ. ഒരു പക്ഷേ നമ്മൾ ഏട്ടനെ ചതിച്ചു എന്നൊരു ചിന്ത ആ മനസ്സിലുണ്ടായിട്ടുണ്ടാവും. അത് കേട്ടപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്ന്. അല്ല സാരമില്ല, ഇനിയിപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട എന്ന് നികേഷ് ഇങ്ങനെ സമാധാനിപ്പിക്കാണ്. സുഭാഷ് ഏട്ടൻ എന്താ ചെയ്യുന്നത്, ഞാനൊന്ന് പോയി നോക്കട്ടെ, ചിലപ്പോ വിഷമിച്ചിരിക്കുകയായിരിക്കും, അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിധി നേരെ അകത്തേക്ക് പോവാനൊരുങ്ങി. സുഭാഷ് ഏട്ടൻ മിക്കവാറും അകത്തിരുന്ന് സങ്കടപ്പെട്ടിരിക്കുമായിരിക്കുമെന്ന് സുധീഷും ശരിവെച്ചു. അങ്ങനെ നിധി ഉള്ളിലേക്ക് കയറാൻ നോക്കുമ്പോഴാണ് ഡാ എന്നൊരു വിളി മുകളിൽ നിന്നും ഒരു ഓട് വന്ന് താഴേക്ക് പൊട്ടുന്നത്. ജസ്റ്റ് മിസ്, അല്ലെങ്കിൽ നിധിയുടെ തലയിൽ തന്നെ ആ ഒരു ഓടങ്ങ് വീണുടഞ്ഞേനെ. പേടിച്ചു പോയ നിധി ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരൊറ്റ അലർച്ചയായിരിക്കും. ആ എന്ന് ആ ഒരു ശബ്ദം കേട്ട ഉടനെ തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്നു. ഒരു ശബ്ദം കേട്ടു. പിന്നെ നിധിയുടെ നിലവിളിയും കൂടി കേട്ടപ്പോൾ അവർക്ക് തോന്നി എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഇതേ സമയം ഭാസ്കരനും അങ്ങോട്ടേക്ക് ഓടി വന്നു. ഭാസ്കരൻ വന്ന് നോക്കിയപ്പോൾ നിധി ആകെപ്പാടെ പേടിച്ചിരിക്കുന്നത് കണ്ടു. അന്നേരം സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നിധി? അത് പിന്നെ ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ ഈ ഓട് മുകളിൽ നിന്ന് താഴേക്ക് വീണു, ജസ്റ്റ് മിസ്സാണ്. അല്ലായിരുന്നെങ്കിലോ എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ വിക്കി വിക്കി പറയാണ്. അത് കേട്ടപ്പോൾ സുഭാഷ് ആകെ ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. മോൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കാണ്. അന്നേരം നിധി പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റിയിട്ടില്ല സുഭാഷ് ഏട്ടാ. എന്നിട്ട് അവളൊന്ന് കടുപ്പിച്ച് ചോദിച്ചു, സുഭാഷ് ഏട്ടൻ ഒരു മേസ്ത്രിയല്ലേ, എന്നിട്ടാണോ ഈ വീട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൂടെ? ഒന്നുമില്ലെങ്കിലും ഇവിടെ 3-4 ആണുങ്ങളുണ്ടല്ലോ, പോരാത്തതിന് അച്ഛനുമുണ്ട്. പിന്നെ നിങ്ങൾ എന്താ ഈ വീടിങ്ങനെ ഇട്ടിരിക്കുന്നത്? ഇതൊരു പ്രേതാലം പോലെ ഇങ്ങനെ ഇട്ടിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല, പക്ഷേ നികേഷ് പറയാൻ വന്നപ്പോൾ സുധീഷ് ഇടക്ക് കയറി പറഞ്ഞു, അതിന് സമ്മതിക്കേണ്ടേ? സമ്മതിച്ചിട്ട് വേണോ എന്ന് നിധി ചോദിച്ചപ്പോൾ അതെ, ഇത് കേസിൽ കിടക്കുന്ന വീടും സ്ഥലവുമാണെന്ന് മറുപടി വന്നു. അമ്മായും വല്യച്ഛനും ഒക്കെ ചേർന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന് സുഭാഷും പറയും. നിധി, കേസ് കിടക്കുന്നത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പലതവണ ഞാനിത് നേരെയാക്കാൻ നോക്കിയതാണ്. പക്ഷേ ആ സമയത്തൊക്കെ അമ്മായും വല്യച്ഛനും അങ്ങോട്ടേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കും. ഈ വീട് നിങ്ങളുടെ അച്ഛന്റെ പേരിലല്ലേ എന്ന് നിധി ചോദിച്ചപ്പോൾ അതെ, അച്ഛന്റെ പേരിൽ തന്നെയാണെന്ന് അവർ മറുപടി പറഞ്ഞു. എങ്കിൽ പിന്നെ ആര് എന്ത് പറഞ്ഞു വന്നാലും നിങ്ങൾക്കത് പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാരണം അച്ഛന്റെ പേരിലാണെങ്കിൽ ആർക്കായാലും ഒന്നും ചെയ്യാനും പറ്റില്ല. അതല്ല സത്യമല്ലേ എന്ന് നിധി ചോദിച്ചു. അത് ശരിയാണെന്ന് എല്ലാവരും പരസ്പരം നോക്കി പറയാണ്. അപ്പോഴാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരുന്നത്. ഭാസ്കരനോട് നിധി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അതെ, എന്റെ വീട് തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നിധി ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറയാൻ അദ്ദേഹം. പക്ഷേ അതെന്റെ പേരിലല്ല ഉള്ളത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നെ പിന്നെ എന്താ അച്ഛന്റെ പേരിലാണെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു.
എന്റെ അച്ഛൻ എഴുതി വെച്ച വിൽപ്പത്രം പ്രകാരം ഓരോന്നും ആർക്കൊക്കെ കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് തന്നെ അതിലുണ്ട്. അതനുസരിച്ച് ഇത് എനിക്കുള്ളതാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ആ വിൽപ്പത്രം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ എവിടെയോ ഉണ്ട്, പക്ഷേ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയാണ് ഭാസ്കരൻ. നിധിക്കാകെ ദേഷ്യവും സങ്കടമൊക്കെ വന്നു. ഇതിനു മുൻപ് എന്തെങ്കിലും വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നോ എന്ന് സുഭാഷിനോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മറുപടി കിട്ടി. നിങ്ങൾക്ക് എന്ത് മനുഷ്യന്മാരാണ്, പോത്തുപോലെ വളർന്നിട്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ എന്ന് നിധി കയർത്തുകൊണ്ട് ചോദിക്കാണ്. സുധീഷിനോട് അവൾ ചോദിക്കുന്നുണ്ട്, സുധീഷെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇത്രയും ആണുങ്ങളുണ്ടായിട്ട് നിങ്ങൾ ഇതൊന്നും തന്നെ നോക്കാനും ചെയ്യാനൊന്നും നിങ്ങൾക്കറിയത്തില്ലേ? നിങ്ങൾ പിന്നെ ഇവിടെ എന്തെടുക്കായിരുന്നു എന്ന് ചോദിക്കും. അവർ വഴക്കിന് വരുന്ന സമയത്തിന് നിങ്ങൾ ഇങ്ങനെ തല കുനിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ അവസ്ഥ വരുന്നത്. ഇത് നിങ്ങളുടെ വീടാണെങ്കിൽ ആരെയും ഇങ്ങോട്ടേക്ക് കയറ്റാൻ നിങ്ങൾ സമ്മതിക്കരുത്. വക്കീലിനെ കാണാമായിരുന്നില്ലേ എന്ന് നിധി ചോദിച്ചപ്പോൾ അവരൊരു പ്രാവശ്യം കോടതിയിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരു പേപ്പർ കൊണ്ടുവന്നു തന്നു. ഞങ്ങളത് വിശ്വസിക്കുകയായിരുന്നു എന്ന് സുഭാഷ് പറഞ്ഞു. നിങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണെന്നും ഒരു കാര്യം ചെയ്യേ, ആ വിൽപ്പത്രം എവിടെയാണ് എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചിട്ടും മണ്ടക്ക് വല്ലതും വീണാലേ നിങ്ങളൊക്കെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടാവുകയെന്നും പറഞ്ഞ് നിധി ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവാണ്. സുധീഷ് അച്ഛനോട് വിൽപ്പത്രത്തെക്കുറിച്ച് ചോദിച്ചുവെങ്കിലും തനിക്കറിയില്ല എന്ന മറുപടി കേട്ട് അവനും ദേഷ്യപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ഹാളിരുന്ന് പത്രം വായിക്കുന്ന നിധിയെ സുഭാഷ് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ചൂട് ദോശയുണ്ട്, കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ നിധി അത് കഴിക്കാൻ തുടങ്ങി. ആ നേരം അങ്ങോട്ടേക്ക് വന്ന് സുധീഷ് ദോശയാണോ എന്ന് ചോദിച്ചപ്പോൾ എടാ നീ ദോശ എടുത്ത് കഴിക്കുകയെന്ന് സുഭാഷ് പറഞ്ഞു. ഇന്ന് ഗോതമ്പ് ദോശയാണെങ്കിൽ നാളെ അരിമാവ് ദോശയായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറ്റി പിടിക്കാമെന്നല്ലാതെ വേറൊന്നുമില്ല ഇവിടെ എന്ന് പുള്ളി തമാശയോട് ചോദിക്കാണ്. നിനക്കെന്താ ഇഷ്ടമുള്ളത് പറ, ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് സുഭാഷ് പറഞ്ഞപ്പോൾ പിസയും ബർഗറും മതിയെന്നായി സുധീഷ് പറയുന്നത്. അത് കേട്ടപ്പോൾ ഒരു നേരം ആഹാരം അങ്ങ് കട്ട് ചെയ്താൽ മതിയെന്നും പട്ടിണി കിടക്കുമ്പോൾ കിട്ടുന്നതൊക്കെ ആഹാരമായി തോന്നിക്കോളുമെന്നും നിധി പരിഹാസത്തോടെ പറയാണ്. സുഭാഷേട്ടൻ ഇവരെ ഇങ്ങനെ വളർത്തി വഷളാക്കിയിരിക്കുകയാണെന്ന് പറയാണ് അവള്. ഒടുവിൽ സുധീഷ് താൻ ഇതൊക്കെ കഴിച്ചോളാമെന്ന് പറഞ്ഞ് സമാധാനപ്പെട്ടു. നിധിയോട് വേഗം കഴിക്കാൻ പറഞ്ഞിട്ട് ഒരു സർപ്രൈസ് ഉണ്ടെന്നും ഒരു സ്ഥലം വരെ പോകണമെന്നും പറയാണ് സുധീഷ്. സുഭാഷേട്ടൻ പറഞ്ഞിട്ടും ആദ്യം സമ്മതിക്കാതെ ഒടുവിൽ സുധീഷിന്റെ കൂടെ പോവാൻ നിധി തയ്യാറായി. എന്തെങ്കിലും കള്ളത്തരം കാണിക്കാനായിരിക്കും വിളിക്കുന്നത് എന്ന് അവൾ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവരെത്തിയിരിക്കുന്നത് നേരെ യൂണിവേഴ്സിറ്റിയിലേക്കായിരിക്കും. അവിടെ എന്തിനാണെന്ന് എന്ന് നിധി ചോദിച്ചപ്പോൾ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടതിന് പകരമായി ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള വഴി ഉണ്ടാക്കാമെന്ന് സുധീഷ് പറഞ്ഞു. അവിടെ തനിക്ക് സ്വാധീനമുള്ള ഒരു ചേച്ചിയുണ്ടെന്നും അവരുടെ സഹായം തേടാമെന്നും അവൻ പറഞ്ഞു. അങ്ങനെ അവർ ആ ഒരു ഓഫീസിന്റെ ക്യാബിനിലേക്ക് ചെന്നു. സുധീഷ് ഭാര്യയുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി സുധീഷിന്റെ നേരെ അറിയാവുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്തു. രജിസ്റ്റർ നമ്പറും പഠിച്ച വർഷവും ഒക്കെ വെച്ച് കൊടുത്തതിന് ഫോം പൂരിപ്പിച്ച് നൽകാൻ അവർ ആവശ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് സുധീഷ് ചോദിച്ചപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ശരിയാക്കി തരാമെന്ന് അവർ ഉറപ്പ് നൽകി. നിധിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ സുധീഷ് ആ ഒരു മാഡത്തോട് സംസാരിക്കുന്നത് നിധിക്ക് അത്രയങ്ങ് പിടിച്ചില്ല. അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് കിന്നാരം, നിനക്ക് നാണമില്ലേ എന്ന് നിധി ദേഷ്യത്തോട് ചോദിക്കാണ് സുധീഷിനോട്. നിനക്കെന്താ അസൂയാണെന്ന് സുധീഷ് കളിയാക്കി ചോദിച്ചുവെങ്കിലും നിധി വിട്ടുകൊടുത്തില്ല. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കുറച്ച് അടക്കത്തിലും ഒതുക്കത്തിലും സംസാരിക്കണമെന്നും ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ ശരിക്കിടണമെന്നും നിധി സുധീഷിനെ നോക്കിയിട്ട് ഉപദേശിക്കാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ സുധീഷ് ചിരിച്ചുപോയി. മറ്റുള്ള പെൺകുട്ടികൾ സുധീഷിനോട് സംസാരിക്കുന്ന സമയത്തിന് നിധിക്ക് ഇത്രമാത്രം ഈഗോ ഒക്കെ അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടോ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും സുധീഷ് ചിരിക്കുന്നത്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും തിരിച്ചുള്ള യാത്രയിൽ നിധി സുധീഷിനോട് അല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു. നിങ്ങളിങ്ങനെ എല്ലാവരോടും ചിരിച്ച് സംസാരിക്കാനൊന്നും നിൽക്കണ്ട, പ്രത്യേകിച്ച് ഈ ലേഡീസിനോടൊക്കെ എന്ന് നിധി പറയുമ്പോൾ സുധീഷിന്റെ മനസ്സിൽ ഇങ്ങനെ ചിരിയായിരുന്നു. അവൾക്ക് തന്നോടുള്ള ആ ഒരു സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള കുശുമ്പാണെന്ന് അവനെ അറിയാമായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ നിധി നേരെ പോയത് ഭാസ്കരന്റെ അടുത്തേക്കാണ്. അച്ഛാ, നമുക്ക് ആ വിൽപ്പത്രം ഒന്ന് തപ്പി നോക്കിയാലോ? അത് കിട്ടിയ ഈ വീടിന്റെ പ്രശ്നം തീരില്ലേ? നിധിയുടെ ആവേശം കണ്ടപ്പോൾ ഭാസ്കരനും ഒരു ഉന്മേഷം വന്നു. പിന്നീട് അങ്ങോട്ടേക്ക് വീടിനുള്ളിൽ തിരച്ചിൽ തന്നെയായിരുന്നു. പഴയ പെട്ടികളും അൽമാറകളൊക്കെ ഓരോന്നോരോന്നായിട്ട് അവർ തപ്പി. ഒടുവിൽ തട്ടിൻപുറത്തെ ആ ഒരു പഴയ മരപ്പെട്ടിയിൽ നിന്നും തുണിയിൽ പൊതിഞ്ഞ ആ നിലയിൽ ആ ഒരു വിൽപ്പത്രം അവർ കണ്ടെത്തി. അത് കയ്യിലെടുത്തപ്പോൾ ഭാസ്കരന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. ഇതുണ്ടെങ്കിൽ പിന്നെ ആർക്കും നമ്മളെ ഇവിടെ നിന്നും ഇറക്കി വരാനൊന്നും പറ്റില്ല മോളെ എന്ന് അദ്ദേഹം വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. സുഭാഷും നികേഷൊക്കെ ആ ഒരു സന്തോഷത്തിൽ അങ്ങ് പങ്കുചേർന്നു. എന്നാൽ ഈ വാർത്ത അറിഞ്ഞ് അമ്മായിക്കും വലിയച്ഛനും അത് അടങ്ങിയിരിക്കാനായില്ല. അവർ ഗുണ്ടകളുമായി വീട്ടിലേക്ക് വരികയും ബഹളം വെക്കുകയും ചെയ്തു. ഈ പേപ്പർ ഉണ്ടെന്ന് കരുതിയിട്ട് ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല എന്ന് വലിയച്ഛൻ അങ്ങ് ആക്രോശിക്കാണ്. പക്ഷേ ഇത്തവണ സുഭാഷും സുധീഷൊന്നും തല കുനിച്ച് നിന്നില്ല. നിധി മുന്നിൽ നിന്ന് അവർക്ക് മറുപടി കൊടുത്തു. ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് കുടുങ്ങും, അതുകൊണ്ട് മര്യാദക്ക് പോയിക്കോ എന്ന് നിധി ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നിധിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കയ്യിൽ കിട്ടി. ആ ഒരു സന്തോഷം ആഘോഷിക്കാൻ സുഭാഷ് സ്പെഷ്യൽ ബിരിയാണി തന്നെ ഉണ്ടാക്കി. ആ രാത്രി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സുധീഷ് ഒരു കാര്യം പ്രഖ്യാപിച്ചു.
നമുക്ക് ഈ വീടൊന്ന് പുതുക്കി പണിയണം. സുഭാഷേട്ടൻ തന്നെ അതിന്റെ പ്ലാൻ ഇടണം. എല്ലാവരും അത് കൈയടിച്ച് സമ്മതിച്ചു. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടങ്ങി. സുഭാഷ് തന്റെ മേസ്തിരിയുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ വീട് സുന്ദരമാക്കി മാറ്റി. നിധിക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ കിട്ടിയത് കൊണ്ട് തന്നെ ഒരു ജോലി ലഭിച്ചിരുന്നു. തന്റെ ആദ്യത്തെ ശമ്പളം വാങ്ങിക്കൊണ്ട് അവൾ നേരെ ഭാസ്കരന്റെ കാൽക്കൽ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചു. ആ പഴയ പ്രേതാലയം ഇപ്പോൾ സന്തോഷം നിറഞ്ഞ ഒരു കൊച്ചു കൊട്ടാരമായി മാറിയിരിക്കുന്നു. പുറത്തുള്ളവരുടെ കുതന്ത്രങ്ങൾക്കൊന്നും തകർക്കാൻ കഴിയാത്ത വിധം ആ 4 സഹോദരന്മാരും നിധിയും ഒരുമിച്ച് ഒരു പുതിയ ജീവിതം തന്നെ ആരംഭിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഉണ്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.